ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. തുടക്കത്തിൽ തന്നെ കാണുന്നത് അപർണയും അജയും തമ്മിലുള്ള സംസാരമാണ്. അജയെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ വേണ്ടി പാതിരാത്രിയിൽ അജയുടെ മുറിയിലേക്ക് കയറി ചെന്ന അപർണ തുടർന്ന് അജയോട് സംസാരിക്കുന്ന രംഗങ്ങളാണ്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, ജാനകിക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്, അവളെ അനാഥയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചതിനുള്ള ശിക്ഷ. അത് കേട്ടിട്ട് അജയ് ചോദിക്കുകയാണ്, നിരഞ്ജന ഈ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തത് ഉണ്ണിത്താൻ സാർ അറിഞ്ഞിട്ടാണോ? അയാള് പിന്നീടാണ് അറിഞ്ഞത്. അവളെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് അയാൾ അച്ഛൻ ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ കാലുമാറി. മാത്രവുമല്ല, മകൾക്കൊപ്പം നിൽക്കുമെന്ന് അച്ഛനെ വിളിച്ചു പറയുകയും ചെയ്തു. നിരഞ്ജനയ്ക്ക് അത് ഇരട്ടി കരുത്തായിരിക്കുകയാണ്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, അല്ല, ആരാണ് ഇപ്പുറത്തെ വക്കീല്? ഞങ്ങളുടെ വക്കീലിന്റെ പേര് അജയ് സൂര്യനാരായണൻ. ഇത് കേൾക്കുമ്പോഴേക്കും അജയ് ഒന്ന് ഞെട്ടുകയാണ്. ഞാനോ? അതെ, അച്ഛൻ വേറെ വക്കീലിനെ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വക്കീലിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഉറപ്പ് കൊടുത്തു. ഞാൻ മനസ്സിൽ കണ്ടത് അജയ്യെയാണ്. അജയ് ഈ കേസ് ഏറ്റെടുത്ത് ജയിക്കണം. നോ, എനിക്കതിന് കഴിയില്ല. ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വേണ്ടെന്ന് വെച്ചാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം നിരഞ്ജന എതിർഭാഗത്ത് നിൽക്കുന്നതാണ്. ഇത് വലിയ ചർച്ചാ വിഷയമാകും. ഒരു കുടുംബത്തിലുള്ളവർ വാദിയും പ്രതിയുമായി നിൽക്കുന്ന കേസാണ്. വക്കീലന്മാരും അതുപോലെ തന്നെ. അതുകൊണ്ട് എന്നെ അപർണ ഇതിന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് നല്ലൊരു അഡ്വക്കറ്റിനെ കണ്ടെത്താം. എൻ്റെ എല്ലാ പിന്തുണയും അപർണയ്ക്കുണ്ടാവും. അപർണയ്ക്ക് അറിയാമല്ലോ, നിരഞ്ജനയും ഞാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അവളെ കൈവിട്ട് കളയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അപർണ ചെല്ല്. നിരഞ്ജനയെ ഓർത്തല്ലേ അജയ് പിൻപിലേക്ക് പോകുന്നത്? ആ, അതെ. പണം മടക്കിത്തരാം എന്ന് പറഞ്ഞല്ലേ ഹണിറോസിനെ അജയ് തിരികെ അയച്ചത്? അജയ്ക്ക് അതിന് കഴിയുമോ? ഹണിറോസും അജയും തമ്മിലുള്ള ബന്ധം ഞാനങ്ങ് പുറത്തുവിട്ടാലോ? നിരഞ്ജന പിന്നെ ഒരു നിമിഷം അജയുടെ ഭാര്യയായിട്ട് തുടരുമോ? ഡിവോഴ്സ് ഒന്നും വേണ്ടി വരില്ല. അതിനു മുൻപ് തന്നെ അവൾ സൂയിസൈഡ് ചെയ്തിരിക്കും. എന്നെ ഒരിക്കൽ വേദനിപ്പിച്ചവനാണ് നിങ്ങൾ. ഇനി ഒരിക്കൽ കൂടി എന്നെ വേദനിപ്പിച്ചാൽ അത് ഞാൻ ക്ഷമിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിക്കില്ല അജയ്. നിന്റെ കപട മുഖം അത് ഞാൻ തുറന്ന് കാണിക്കും. ഇത് കേട്ടുകൊണ്ട് അജയ് വല്ലാതെ പരിഭ്രമിക്കുകയാണ്. അപ്പോൾ വീണ്ടും അപർണ പറയുക, നിങ്ങൾ കേസ് ഏറ്റെടുത്താൽ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിയമയുദ്ധം മാത്രമേ ആകൂ. നിരഞ്ജനയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഭർത്താവിനോട് ആദരവ് അവൾക്ക് കൂടും. നിങ്ങൾ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് അവളും അവളുടെ അച്ഛനും. ഹണിറോസിന്റെ ട്രാപ്പിൽ നിന്നും അജയ്യെ ഞാൻ പുറത്തെടുക്കും. അച്ഛൻ എന്തിനും തയ്യാറായി കൂടെ നിൽക്കും. എൻ്റെ അച്ഛൻ ഇത്രയും കാലം നിലനിർത്തിയ സൽകീർത്തി കാത്തു സൂക്ഷിച്ചാൽ ജീവൻ വേണമെങ്കിലും അച്ഛൻ നിങ്ങൾക്ക് തരും. എത്ര പണം? അത് അജയ് ചോദിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് അജയ് അങ്ങനെ വല്ലാത്ത പരിഭ്രമത്തോടെ ചുറ്റും പരതി നോക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും അപർണ ചോദിക്കുകയാണ്, എന്തു പറയുന്നു അജയ്? അജയ് ബുദ്ധിയുള്ളവനാണെന്ന് എനിക്കറിയാം. അജയ് സമ്മതം പറഞ്ഞാൽ പിന്നീട് ഹണിറോസ് ഇവിടേക്ക് വരില്ല. നിരഞ്ജന ഒന്നും അറിയാനും പോകുന്നില്ല. ഒരൊറ്റ ചെടി പോലും അറിയാതെ ആ കള ഞാനങ്ങ് പിഴുത് കളയും. തുടർന്ന് ആ വക്കീൽ നോട്ടീസ് അടങ്ങിയ കവറെടുത്ത് അജയുടെ നേരെ നീട്ടിയിട്ട്, ഇതാ, ഇത് എന്നോട് അജയ് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണെന്ന് കൂടി കരുതിക്കൂ. ഒടുവിൽ അപർണയുടെ ഭീഷണിക്ക് മുമ്പിൽ അജയ് കീഴടങ്ങുകയാണ്. ആ കവർ വാങ്ങിയതിനു ശേഷം, അതെ, ഞാൻ വക്കാലത്ത് ഏറ്റെടുക്കുന്നു എന്ന് അജയ് പറയുകയാണ്. തുടർന്ന് അജയ് പറയുകയാണ്, പക്ഷേ അപർണ എനിക്ക് ഒരു ഉറപ്പ് നൽകണം. നിരഞ്ജനയെ ഒരിക്കലും പ്രൊവോക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പ്. ഉടൻ തന്നെ അപർണ അജയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, പ്രോമിസ്. തുടർന്ന് കാണുന്നത് അബി അമലിനെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഫോൺ വന്നപ്പോഴേക്കും ഹലോ ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അമൽ ഫോൺ എടുക്കുമ്പോൾ അബി ചോദിക്കുകയാണ്, നീ വീട്ടിലെത്തിയോ? ഞാൻ വീട്ടിലെത്തി ഏട്ടാ. നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ജാനകിയുടെ അമ്മയുടെ അച്ഛൻ കൊടുത്ത കേസ് റീഓപ്പൺ ചെയ്യാൻ ജാനകി കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഏട്ടാ, അമ്മയുടെ ഈ അവസ്ഥയിൽ കേസിന് പോയാൽ അതിൽ എത്രമാത്രം വിജയസാധ്യത ഉണ്ടാവും? ഇതൊരു ധൃതി പിടിച്ച നീക്കമായി പോയില്ലേ? എടാ, ഇത് ജാനകിയുടെ തീരുമാനമാണ്. ഇതിൽ നിന്നും എനിക്കവളെ പിന്തിരിപ്പിക്കാനാവില്ല. കേസിൽ ജയിക്കുമെന്ന് ജാനകിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. അതിനുള്ള എവിഡൻസ് ഒക്കെ എൻ്റെ കയ്യിലുമുണ്ട്. അല്ല, നിന്നോട് ഇതുവരെയും അപർണ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലേ? തമ്പിക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇല്ലേട്ടാ, എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല. എടാ, ഇനി മറ്റൊരു വിവരം കൂടി നിന്നോട് പറയാനുണ്ട്. ജാനകിയുടെ അഡ്വക്കറ്റ് നിരഞ്ജനയാണ്. ഇത് കേൾക്കുകയും ഒരു ഞെട്ടലോടെ അമല് ചോദിക്കുകയാണ്, എന്തൊക്കെയേട്ടാ ഞാൻ ഈ കേൾക്കുന്നേ? ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു കുടുംബത്തിലുള്ളവരല്ലേ? അത് വേണ്ടായിരുന്നു. കേസ് നമ്മുടെ സക്കീർ ബായി ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? എടാ, എല്ലാ പ്രത്യാഘാതങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരഞ്ജന ഈ കേസ് ഏറ്റെടുത്തത്.
അബി ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാനകി അവിടേക്ക് വരികയാണ്. ജാനകി ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും അബി പറയുകയാണ്, ഇത് ഒരു കേസായി മാത്രം എല്ലാവരും കണ്ടാൽ മതി. അപ്പോൾ അമൽ, ഏട്ടനും ഏട്ടത്തെയും ഇങ്ങോട്ട് വരികയേ വേണ്ട, തൽക്കാലം അവിടെ തന്നെ താമസിച്ചാൽ മതി. ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതൊന്നും നിങ്ങൾ കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. എല്ലാത്തിനും സാക്ഷിയാകാൻ പോകുന്നത് ഈ ഞാൻ മാത്രമാണ്. രണ്ട് മരുമക്കൾ തമ്മിലുള്ള കേസാണ് ഇനി അളകാപുരിയിൽ അരങ്ങേറാൻ പോകുന്നത്. വാദിയും പ്രതിയും മരുമക്കൾ തന്നെ. എടാ, നിരഞ്ജന ഒരു പ്രശ്നത്തിനും പോവില്ല. ഇത്രയും അബി പറയുമ്പോഴേക്കും പെട്ടെന്ന് ജാനകി ചോദിക്കുകയാണ്, അബിയേട്ടാ ഫോൺ എനിക്കൊന്ന് തരാമോ? അപ്പോൾ അബി അമലിനോട്, എടാ ജാനകിക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഇത് പറഞ്ഞിട്ട് ഫോൺ ജാനകിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ജാനകി അമൽ എന്ന് വിളിക്കുമ്പോൾ, ഏട്ടത്തി ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നോ? ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അമൽ? ഇത് ജാനകി തിരികെ ചോദിക്കുമ്പോൾ അമൽ അത് കേട്ട് മൗനമായി നിൽക്കുകയാണ്. തുടർന്ന് ജാനകി വീണ്ടും പറയുകയാണ്, ഇതൊക്കെ നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് എങ്ങനെ സഹിച്ചിരിക്കാൻ കഴിയും? അപ്പോൾ അമൽ, ഏട്ടത്തിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എൻ്റെ എല്ലാ പിന്തുണയും ഏട്ടത്തിക്കൊപ്പമുണ്ടാവും. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷ അനുഭവിക്കട്ടെ. അപ്പോൾ ജാനകി, ഈ വിഷയം നിന്റെ ജീവിതത്തെ ഒരു കാരണവശാലും ബാധിക്കരുത്. അപർണയുമായി ഇതിൻ്റെ പേരിൽ നീ ഒരു ഏറ്റുമുട്ടലിനും പോകരുത്. പ്രകടമായി നീ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യരുത്. നീ നിൽക്കേണ്ടത് നിന്റെ ഭാര്യയുടെ കൂടെയാണ്. ഞാനത് പറയുന്നതിൻ്റെ കാരണം നിനക്കറിയാമല്ലോ. കഥയറിയാതെ ആട്ടം കാണുകയാണ് അപർണ. ശരി, നീ ഫോൺ വെച്ചോ. അത് കേട്ടിട്ട് ശരിയെടുത്തി എന്ന് പറഞ്ഞ് അമലും ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അബി ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ കേസ് ജയിക്കും എന്നുള്ള ചോദ്യമാണ് അവൻ്റെ മനസ്സിലുള്ളത്. ഇത് കേൾക്കുന്ന ആരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണത്. അപ്പോൾ ജാനകി, അബിയേട്ടൻ്റെ ഫോണിൽ തമ്പിയുടെ ഏറ്റുപറച്ചിലില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്? എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതുതന്നെയാ. തുടർന്ന് അബിയേട്ടൻ വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ജാനകി തിരികെ പോവുകയാണ്. തുടർന്ന് കാണുന്നത് അമലിരിക്കുന്ന മുറിയിലേക്ക് അപർണ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് അല്ലേ? അതെ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം ഞാനല്ലാതെയായി മാറി. പിന്നെയുള്ളത് എൻ്റെ അഭിനയം തന്നെയാണ്. എൻ്റെ അഭിനയം കണ്ടിട്ട് നീ ഞാൻ കോമാളിയാണെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നിന്റെ മുൻപിൽ ഞാൻ അഭിനയിക്കുകയാണ്. നിന്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും പുതിയ നീക്കം നന്നായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. അപ്പോൾ അമൽ, അല്ല, ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വ്യക്തമായിട്ട് പറയണം. ഞാൻ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ പറയുകയും വേണ്ട. നീ എങ്ങനെ തല ഉയർത്തി നടക്കൂടാ? അയ്യോ, എൻ്റെ തലയ്ക്ക് ഇതുവരെയും ഒരു കുഴപ്പമില്ല. എടാ, അബി ഇപ്പോൾ നിന്നെ അകറ്റിയാണ് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വാലായിട്ട് നടക്കുന്നവരുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണമല്ലേ? ഞാൻ ഏട്ടൻ്റെ വാലല്ലേ ആയിട്ടുള്ളൂ. ഏട്ടനെയും ഏട്ടത്തെയും തിരിച്ചറിയാതെ നടക്കുന്നവർക്ക് വാലിൻ്റെ വില പോലും അറിയില്ല. ഇനി അതേ പിടിച്ച് എൻ്റെ നേരെ കയറാൻ വരണ്ട. ജാനകി അച്ഛൻ്റെ പേർക്ക് രാധാമണി വാരസ്യർ എന്ന ഒരു സ്ത്രീക്ക് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക. അപ്പോൾ അമൽ, ജാനകി എടുത്തി അച്ഛനെതിരെ കേസ് കൊടുത്താൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതെന്തൊരു പൊട്ടനായവൻ. എടാ, ജാനകി അവളുടെ അച്ഛനെതിരെ അല്ല, എൻ്റെ അച്ഛനെതിരെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അച്ഛൻ ഏതോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് കേസ്. 25 വർഷങ്ങൾക്ക് മുമ്പ് രാധാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അച്ഛൻ പീഡിപ്പിച്ച് ഭ്രാന്തിയാക്കിയത്രേ. നിന്റെ അച്ഛൻ അങ്ങനെ ഒരു പരിപാടി ചെയ്യാതെ ജാനകിയെടുത്തി എന്ത് ധൈര്യത്തിലാണ് നിന്റെ അച്ഛനെതിരെ പോയി കേസ് കൊടുക്കുന്നത്? അല്ല, നമ്മൾ എല്ലാ വശവും ചിന്തിക്കണമല്ലോ. നീ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പൊട്ടനായിരുന്നെങ്കിൽ എന്നങ്ങ് ആലോചിച്ചു പോവുക. കേസ് ജയിക്കുകയൊന്നും അല്ല ലക്ഷ്യം, അച്ഛനെ നാണം കെടുത്തുക. അതുമാത്രം മതി ജാനകിക്ക്. അല്ല, ഇനിയിപ്പോൾ എന്താ നിന്റെ നീക്കം? നമുക്കൊരു വക്കീലിനെ വെക്കണം. നീ വേണം നല്ലൊരു വക്കീലിനെ സജസ്റ്റ് ചെയ്യാൻ. നിനക്കറിയാലോ, ഈ കേസിൽ നാണം കെടാൻ പോകുന്നത് നീയും ഞാനുമാ. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ നിലം തുടരുത്. അല്ല, വക്കീലിനെ അന്വേഷിച്ചു പോകേണ്ട കാര്യം എന്താ? നിന്റെ അച്ഛനും ഉണ്ണിത്താൻ വക്കീലുമൊക്കെ ഒറ്റ കെട്ടല്ലേ? കേസ് ഉണ്ണിത്താൻ വക്കീലിനെ അങ്ങ് ഏൽപ്പിക്കണം. അയാൾ ഈ കേസിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. നിരഞ്ജനയുടെ സമ്മർദ്ദം തന്നെയാണ് കാരണം. അപ്പോൾ അമൽ പറയുകയാണ്, എന്തായാലും ഞാൻ ഈ കേസിൽ ആരുടെയും പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിനക്ക് ഈ കേസ് അപമാനമായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ ആയിരുന്നില്ലല്ലോ നീ ആദ്യം പറഞ്ഞത്. അല്ല, കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്കങ്ങ് തോന്നി. എന്ത് സത്യാവസ്ഥ? എടാ, ഇങ്ങനെയുണ്ടോ ആൾക്കാർ? എടാ, നിന്റെ മാനം കളയാനാണ് ജാനകി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബി, അങ്ങനെയാണെങ്കിൽ ഞാനതങ്ങ് ക്ഷമിച്ചാൽ പോരെ? പിന്നെ
നീ കഴിഞ്ഞിട്ടുള്ള ബന്ധം മാത്രമേ എനിക്ക് ജാനകി അടത്തിയുമായിട്ടുള്ളൂ. അവളുമായിട്ട് എനിക്ക് എന്താണ് ബന്ധം? എന്താ അവൾ എൻ്റെ ഏട്ടത്തിയാണോ? അല്ല, നീ അങ്ങനെ ചോദിച്ചു തുടങ്ങാൻ സമയമൊക്കെ ആയി. അപ്പോൾ പൊറുതി മുട്ടിയിട്ട് അപർണ പറയുകയാണ്, ഹോ, നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. നീ കണ്ടോമലേ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. ഞാൻ അന്ന് പറഞ്ഞത് തന്നെ സംഭവിക്കും. ഈ കേസ് ഈ കുടുംബത്തിൻ്റെ നാശത്തിനാണ്. ഇത് പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നും അപർണ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണുന്നത് വിശ്വനാഥൻ തമ്പി ഒരു സ്വസ്ഥതയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാഴ്ചയാണ്. ഇടയ്ക്ക് അലറിക്കൊണ്ട് താൻ വിളിക്കുന്നുണ്ട്, എടി വസുന്ധരെ, വസുന്ധരെ. ഈ വിളി കേട്ടുകൊണ്ട് വസുന്ധര എത്തുമ്പോൾ വിശ്വനാഥൻ തമ്പി പറയുകയാണ്, എടി, പക വീട്ടേണ്ടത് ഇങ്ങനെയല്ല. പെണ്ണ് കേസിൽ കുടുക്കി എന്നെ നാണം കെടുത്തിയിട്ട് അവൾക്ക് എന്ത് നേട്ടമാടി ഉണ്ടാക്കാനുള്ളത്? എടി, തന്തയും തള്ളയും ആരെന്നറിയാതെ വളർന്നതിൻ്റെ കുഴപ്പമാണിത്. അപ്പോൾ വസുന്ധര, നിങ്ങളോട് ജാനകി എന്തിനാണ് പക വീട്ടേണ്ടത്? അവളൊരു നല്ല പെണ്ണാണ്. പല അനുഭവത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയതാ. ഇത് കേൾക്കുമ്പോഴേക്കും വിശ്വനാഥൻ തമ്പി വസുന്ധരയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നീ പറയുന്നത് അവൾ പറയുന്ന രാധാമണി വാരസ്യരെ ഞാൻ മാനഭംഗപ്പെടുത്തി എന്നാണ് അല്ലേ? എടീ, നിന്റെ ആരോഗ്യനില മോശമായി പോയി. അല്ലായിരുന്നെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടിയേനെ ഇപ്പോൾ. അപ്പോൾ വസുന്ധര, നിങ്ങൾ എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്തു. എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇത് കേട്ട് പൊറുതി മുട്ടിയതുപോലെ വിശ്വനാഥൻ തമ്പി പറയുകയാണ്, എടി, ഞാൻ അവളെ അനാഥയെന്ന് വിളിച്ചതിന് അവൾ എനിക്കിട്ട് നൽകിയ ശിക്ഷയാണ് ഈ കള്ളക്കേസ്. എടി, ഞാൻ തെറ്റുകാരനാണെങ്കിൽ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം അവളും അവനും എങ്ങനെ അറിയും? അതിൻ്റെ ഉത്തരം നീ എനിക്ക് ആദ്യം പറഞ്ഞതാ. എടി, സൂര്യനാരായണനും ഞാനും കൂടി തുടങ്ങിയ കമ്പനിയിൽ വെച്ചാണത്രേ ഞാൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചതെന്ന്. അങ്ങനെ ഒരു കേസ് അന്ന് ഉണ്ടായിട്ടില്ല. എന്നെ അന്വേഷിച്ച് ഒരു പോലീസുകാരനും വന്നിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സൂര്യനാരായണൻ എന്നെ ബാക്കി വെച്ചേക്കൂടി. പണ്ട് അയാൾ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ കുടുക്കിയിട്ടാണ് ഞാൻ ജയിലിൽ പോയത്. അത് നിനക്ക് അറിഞ്ഞുകൂടെ? അതൊക്കെ പോട്ടെ, ഇപ്പോൾ എവിടുന്ന് അടി ഇങ്ങനൊരു സ്ത്രീ പൊങ്ങി വന്നത്? അവൾ ജാനകിയോട് പോയി പറഞ്ഞോ ഞാൻ അവളുടെ ജീവിതം തുലച്ചെന്ന്? എടി, ഇതൊക്കെ കേട്ടാൽ നീ അല്ലാതെ ആര് വിശ്വസിക്കുമെടി? ജാനകി അവൾ ഉള്ളിൽ വിഷം വെച്ചുകൊണ്ട് പുറമെ അഭിനയിച്ച് കാണിക്കുന്ന വിഷപ്പാമ്പാണ്. ഏതോ ഒരു ഓർഫനേജിൽ കിടന്ന ഏതോ ഒരുത്തിയെ കൈക്കലാക്കിയിട്ട് തമ്പിയെ താറടിച്ച് കാണിക്കാൻ നടക്കുന്ന ശ്രമങ്ങളാണിതൊക്കെ. അതിനൊപ്പം തുള്ളാൻ അവളുടെ ഒരു ഭർത്താവും. അല്ല, അവൻ്റെ ചരിത്രവും വേറൊന്നും അല്ലല്ലോ. തമ്പിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലടി. ഇത് കേട്ടുകൊണ്ട് വസുന്ധര ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒച്ചയുണ്ടാക്കുന്നത്? അയ്യോ എടി, നാണക്കേടല്ലേടി. സത്യം കോടതിയിൽ തെളിയുമ്പോൾ ആ നാണക്കേടങ്ങ് മാറിക്കിട്ടൂലേ? വസുന്ധരയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വിശ്വനാഥൻ തമ്പി ഭിത്തിയിലേക്ക് കൊണ്ടുവന്ന തല ഇടിപ്പിച്ച് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. പിന്നീട് കാണുന്നത് അബിയും ജാനകിയും പൊന്നും കൂടി പ്രഭാവതിയെയും സുമംഗലാമ്മയും കാണുവാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ്. പ്രഭാവതിയെ കണ്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ പൊന്നു ഓടിച്ചെന്ന് അച്ചമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ചമ്മ എന്തിനാ നമ്മുടെ വീട്ടിൽ നിന്ന് പോയത്? അപ്പോൾ പ്രഭാവതി, നിങ്ങളെല്ലാവരും അവിടം വിട്ട് പോയില്ലേ, പിന്നെ അച്ചമ്മ എന്തിനാണ് ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്? ഇവിടെയാവുമ്പം നിന്റെ മുത്തശ്ശി കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, മുത്തശ്ശി എന്താണ് അമ്മേ വരാത്തത്? ഞങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ മുത്തശ്ശി വരാതിരിക്കുന്നത്? രാവിലെ മുതൽ അത്ര രസത്തിലല്ല. പിന്നെ നിങ്ങളെ കാണാൻ അമ്മയ്ക്ക് അത്ര താല്പര്യവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അബി പ്രഭാവതിയോട് പറയുകയാണ്, അമ്മയെ വന്ന് കാണാതിരുന്നത് സമയക്കുറവ് കൊണ്ടോ ജോലി തിരക്ക് കൊണ്ടോ ഒന്നുമല്ല. അമ്മയെ ഇവിടെ വന്ന് ഇങ്ങനെ കാണാനുള്ള മനക്കെട്ടി എനിക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വിളിക്കുന്ന കാര്യം നളിനി എന്നോട് പറയാറുണ്ട്. അമ്മേ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും അമ്മ ഒരിക്കലും അളകാപുരി വിട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു. അച്ഛൻ ഉറങ്ങുന്ന വീടല്ലേ അത്? അപ്പോൾ പ്രഭാവതി, മനസ്സിലൊരാളുണ്ടായിരുന്നാൽ എവിടെ പോയാലും കൂടെ ഉണ്ടാവും. ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീടെന്ന് പറയാൻ പറ്റുമോ? കയറിക്കിടക്കാൻ ഒരിടം, അത് മതി. ഞാനിപ്പോൾ സമാധാനത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. കുറേ നന്മയുള്ള മനുഷ്യരിവിടെയുണ്ട്. അവരും എന്നെപ്പോലെ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഒടുവിൽ തിരിച്ചറിവ് വന്നവരാണ്. പരിഭവമോ പരാതികളോ ഒന്നും ആർക്കുമില്ല. ഇതുതന്നെയല്ലേ മരണം കാത്തു കിടക്കുന്ന വ്യക്തികൾക്കുള്ള സമാധാന ജീവിതം? ഉടനെ ജാനകി പറയുകയാണ്, അമ്മ അങ്ങനെയൊന്നും പറയരുതേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്കൊരിടമില്ല. അപ്പോൾ അബി, അങ്ങനെയൊരു നല്ല കാലം വരും അമ്മേ. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നമ്മൾ അളകാപുരിയിൽ സന്തോഷത്തോടെ ജീവിക്കും. സ്വർണമൊരുക്കി കരട് കളയാറില്ലേ? പിന്നെ അത് പത്തരമാറ്റ് തങ്കമാണ്. അതുപോലെ നമ്മുടെ സ്നേഹ വീട്ടിലും കരട് വീണു. സ്നേഹമെന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും. എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അച്ഛൻ മാത്രമേ നമുക്ക് പോയിട്ടുള്ളൂ. അത് കേട്ടിട്ട് പ്രഭാവതി പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുക. അതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ?
പൊന്നുവിനെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജാനകി, നിന്റെ അമ്മയ്ക്ക് സന്തോഷമല്ലേ? അവരെ അളകാപുരിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്തിനാ മടിക്കുന്നത്? അത് കേട്ടിട്ട് ജാനകി പറയുകയാണ്, ഓർമ്മകൾ നഷ്ടപ്പെട്ട രീതിയിലാണ് അമ്മ ആരോടും സംസാരിക്കാറില്ല. ഉടനെ പൊന്നു പറയുകയാണ്, അച്ചമ്മയ്ക്ക് അമ്മമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കമ്മേ. അത് കേട്ടുകൊണ്ട് ജാനകി, അമ്മയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ എടുത്ത് പ്രഭാവതിയെ തൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇതാണ് എൻ്റെ അമ്മ, രാധാമണി വരസ്യർ. ഈ ഫോട്ടോ കാണുകയും പ്രഭാവതി ഒന്ന് അമ്പരക്കുകയാണ്. തുടർന്ന് പ്രഭാവതി ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്ന സമയത്ത് വഴിയരികിൽ വെച്ച് രാധാമണിയെ കണ്ടുമുട്ടിയതും അവരുമായി സംസാരിക്കുന്നതുമെല്ലാം തൻ്റെ ഓർമ്മകളിലേക്ക് ഓടി വരികയാണ്. തുടർന്ന് പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. മേരിയമ്മ രാധാമണിയോട് പറയുകയാണ്, വായി തുറന്ന് നീ ഒരു വാക്കുരിയാടിയിരുന്നുവെങ്കിൽ നിന്റെ മാനം കെടുത്തിയവൻ ഇന്ന് ജയിലിൽ പോയി കിടക്കുമായിരുന്നില്ലേ? അതും ജാനകി ചെയ്തു തരണം. എന്നിട്ട് രാധാമണിയെ ഒന്ന് പിടിച്ചു തെള്ളിയിട്ട് പറയുകയാണ്, ഒരു രാധാമണി വാരസ്യാര് വന്നിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഭിത്തിയിലേക്ക് തല ചായ്ച്ച് മേരിയമ്മ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ്. ഈ സമയത്ത് രാധാമണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. തുടർന്ന് കാണുന്നത് തമ്പിയോട് പറയുകയാണ്, ഏട്ടാനിയന്മാർ തമ്മിലടിച്ചു വേണം അളകാപുരിയെ അങ്ങ് കടലെടുക്കാൻ. അച്ഛൻ ഒരു ടെൻഷനും വേണ്ട, വാലും തലയും ഇല്ലാത്ത ഈ കേസ് അവരുടെ നാശത്തിന് വേണ്ടിയാ. അപ്പോൾ തമ്പി, അജയ്യെ തന്നെ ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാവുന്നല്ല, നമ്മളത് ഉറപ്പിച്ച് കഴിഞ്ഞു. ഏഷ്യാനെറ്റ് സീരിയലുകളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിന്റെ അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ.